അദ്ദേഹം മരിച്ചപ്പോ എനിക്കാവുമായിരുന്നെങ്കിൽ ഞാൻ വന്നേനേ മക്കളെ. നിന്നാണ പൊങ്കാലയ്ക്ക് പോലും ഞാൻ പോയില്ല, അത്രയ്ക്ക് വയ്യ. ഇപ്പൊ യവ ഇത്രയും നേരത്തെ പോവൂ. അമ്മ പിന്നെ ഇറങ്ങട്ടാ മക്കളെ. ഇപ്പഴേ അവിടെ ചെന്നിട്ട് എന്തോന്ന് ചെയ്യാൻ? ഇനിയിപ്പോ 2 ദിവസം കൂടെ നിന്നിട്ട് പോയാ മതി. ഇവന്റെ പേരെന്തോന്ന്? ബ്രൂണോ. 2 ദിവസം കൊണ്ട് ഭയങ്കര ചൊറിച്ചില്, അതുകൊണ്ട് അകത്ത് കയറ്റത്തില്ല. അത് മറ്റുള്ള പട്ടികളുമായിട്ടുള്ള സമ്പർക്കം കൊണ്ടാണ് ഈ ചൊറിച്ചിൽ വരണത്. എൻ്റെ അവിടെ ഒരുത്തം ഉണ്ടായിരുന്നു, പാവം. ഇതുപോലെ ഭയങ്കര ചൊറിച്ചിലായിരുന്നു. ഞാൻ പിന്നെ ചൂടുവെള്ളം കോരി മുഖത്തൊഴിച്ചു കൊടുത്ത് ശാപം. അത്രയും ചൊറിഞ്ഞടത്തിടും വീട്ടിനകത്ത്. ഉള്ളി പൊളിക്കുന്നമ്മേ, ഇതൊന്ന് അരിഞ്ഞു വെക്കോ? ഞാൻ ഈ അടുപ്പേ ഇരിക്കുന്നത് നോക്കട്ടെ. ഞാൻ അവിടെ കലേര വീട്ടിൽ പോയി നിന്ന സമയത്ത് എന്നെ കൊണ്ട് അവര് പണിയെടുപ്പിച്ച് ഊപ്പാട് വരുത്തി. എവളൊക്കെ വെള്ളം ഇറങ്ങാതെ ചാവും. ശവങ്ങള് ഞാൻ ചെയ്തോളാം. അവിടെ വെച്ചോ. അയ്യോ മക്കളെ പറഞ്ഞല്ല, അതെനിക്ക് മനസ്സിലായി. ഇവൻ ചത്തില്ലേ? പെമ്പിള്ളേര് ഇങ്ങനെയാണാ ഇരിക്കണത്? കാലടിപ്പിച്ചോയി, കാലടിപ്പിച്ചേടി. സന്ധ്യക്കാണ് പേൻ കൊല്ലണത്. വീട് മുടിഞ്ഞു പോവും. രാത്രി നേരത്താണ് നഖം വെട്ടണത്. എണ്ണേ തള്ളേം തന്തയ്ക്കും ദോഷം വരും. രാത്രി സമയത്താണ് കട്ടളപ്പടിയിൽ ഇരിക്കുന്നത്. ഐശ്വര്യം വരില്ല. എന്തൊരു മക്കളെ? അച്ഛാ, കുരിപ്പഴയിലെ കുഞ്ഞമ്മ വന്നിരിക്കുന്നു. സ്റ്റീഫൻ ഹോക്കിങ്സാ. എന്റെ മോൻ പഠിച്ചിരുന്നെങ്കിൽ ഇപ്പൊ ഈ വാടക വീട്ടിൽ എവനെയും കൊണ്ട് കിടക്കേണ്ട കാര്യമുണ്ട്. അപ്പൊ കുഞ്ഞമ്മ അറിഞ്ഞില്ലേ? അവന് ജോലി കിട്ടി. എവിടെ പഠിച്ചതാണ്? ഡിജിറ്റൽ എക്സ് മാർക്കറ്റേഴ്സ് അക്കാഡമിയിൽ. ഇന്റേൺഷിപ്പ് ഓറിയന്റഡ് ജോബ് ഫോക്കസ്ഡ് പ്രോഗ്രാമാ. 1ാമത്തെ ദിവസം തന്നെ വർക്ക് ഓൺ റിയൽ ക്ലയന്റ് പ്രോജക്ട് ആൻഡ് ലൈവ് ക്യാമ്പയിൻ. ഇതൊരു ക്ലാസ് റൂം പഠനം മാത്രമല്ല, പ്യുവർ ഇൻഡസ്ട്രി ലെവൽ എക്സ്പോഷർ. ഇവർ കേരളത്തിലെ ആദ്യത്തെ DMA ഒഫീഷ്യൽ പാർട്ണറാണ്. DMA ഗ്ലോബൽ സർട്ടിഫിക്കേഷനും ഉണ്ട്. റെക്കഗ്നൈസ്ഡ് ഇൻ 130+ കൺട്രീസ്. കൂടാതെ ലിങ്ക്ഡ്ഇൻ എക്സ്പെർട്ട് സെക്ഷൻ, പെർഫോമൻസ് മാർക്കറ്റിംഗ്, ഓട്ടോമേഷൻ വർക്ക്ഷോപ്പ്, ഇന്റർവ്യൂ ട്രെയിനിങ് ആൻഡ് 100% പ്ലേസ്മെന്റ് അസിസ്റ്റന്റ്. കരിയർ റെഡി ഫോർ ജോബ്, ഫ്രീലാൻസിംഗ്, കൺസൾട്ടിംഗ്, ഓൺ ബിസിനസ്. പരസ്യമായിരുന്ന എന്നാ ഞാൻ സ്കിപ്പ് അടിച്ച് കളഞ്ഞല്ലേ.